ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മിഷൻ HSAയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ റെനൈസൻസിൻ്റെ പാർട്ട് 5 ആണ്. അതിൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജാലിയൻ വാലാബാഗ് മസാക്കർ ആണ്. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 അത് നടക്കുന്നത്. അതൊക്കെ നമുക്കറിയാം, എന്നാലും നമുക്കൊരു നോട്ടായിട്ട് തന്നെ നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗ് മസാക്കർ. അപ്പോൾ ഇത് നടക്കുന്നത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1919 ഏപ്രിൽ 13 എവിടെ വെച്ചായിരുന്നു ഇത്? പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടായിരുന്നു ഇത് നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് നടക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റും ഓർത്തിരിക്കുക, എക്സാക്ട് പ്ലേസും ഓർത്തിരിക്കുക. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അപ്പം എന്താണ് ഇതിനുള്ള ഒരു റീസൺ എന്ന് ചോദിച്ചാൽ, ദ പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ദ റൗലറ്റ് ആക്ട് ലെഡ് ടു ദ മസാക്കർ ഓഫ് ജാലിയൻ വാലാബാഗ്. അല്ലേ, റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത്. അപ്പോൾ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താണ് റൗലറ്റ് ആക്ട് എന്ന് നോക്കാം. റൗലറ്റ് ആക്ട് നടക്കുന്നത് 1919 തന്നെയാണ് റൗലറ്റ് ആക്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 എന്ന് ചോദിച്ചാലും റൗലറ്റ് ആക്ട് തന്നെയാണ്. അപ്പോൾ ഒഫീഷ്യൽ നെയിം എന്താണ്? അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. അപ്പോൾ എന്തായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഏതൊരു ജനതയെയും വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം എന്നുള്ളൊരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്താണ്? ബ്രിട്ടീഷുകാർക്ക് വിചാരണ കൂടാതെ ഏതൊരു വ്യക്തിയെയും തടങ്കലിൽ വെക്കാം എന്നുള്ള നിയമമായിരുന്നു റൗലറ്റ് ആക്ടിലൂടെ കൊണ്ടുവന്നത്. ദ ആക്ട് എംപവേർഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു ഇംപ്രിസൺ എനി പേഴ്സൺ വിത്തൗട്ട് ട്രയൽ. അല്ലെ, ട്രയൽ ഒന്നും കൂടാതെ ഏതൊരു വ്യക്തിയെയും ഇംപ്രിസൺ ചെയ്യാം എന്നുള്ളതായിരുന്നു റൗലറ്റ് ആക്ട്. ഇതിനെതിരെ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിച്ചു. ഗാന്ധിജി കോൾഡ് റൗലറ്റ് ആക്ട് ആസ് ബ്ലാക്ക് ആക്ട്. റൗലറ്റ് നിയമത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ബ്ലാക്ക് ആക്ട്, കരി നിയമം എന്നാണ്. അപ്പോൾ റൗലറ്റ് ആക്ടിനെ ബ്ലാക്ക് ആക്ട് അല്ലെങ്കിൽ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ദ ആക്ട് വാസ് ഇനാക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ലോർഡ് ചെംസ്ഫോർഡ്. ലോർഡ് ചെംസ്ഫോർഡിന്റെ കാലത്തായിരുന്നു ഈ ആക്ട്, റൗലറ്റ് ആക്ട് വരുന്നത്. ദ പ്രസിഡന്റ് ഓഫ് ദ റൗലറ്റ് ആക്ട് കമ്മിറ്റി വാസ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. അപ്പോൾ ഈ റൗലറ്റ് ആക്ട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിന് റൗലറ്റ് ആക്ട് എന്ന് പേര് വന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് റൗലറ്റ് ആക്ട് എന്ന് ചോദിച്ചാൽ വിചാരണ കൂടാതെ ഏതൊരു വ്യക്തിയെയും തടങ്കലിൽ വെക്കാം എന്നുള്ള നിയമമായിരുന്നു റൗലറ്റ് ആക്ടിലൂടെ കൊണ്ടുവന്നത്. ഇതിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? പ്രതിഷേധിച്ചു അല്ലെങ്കിൽ പ്രതികരിച്ചു. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 എന്നാണ്. ഇത് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ബ്ലാക്ക് ആക്ട് അല്ലെങ്കിൽ കരി നിയമം എന്നാണ്. ആ സമയത്ത് ആരാണ്? ലോർഡ് ചെംസ്ഫോർഡിന്റെ സമയത്താണ് ഈ ഒരു റൗലറ്റ് ആക്ട് വരുന്നത്. അങ്ങനെ ഈ ഒരു റൗലറ്റ് ആക്ടിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? പ്രതിഷേധിച്ചു. അപ്പോൾ ഈ റൗലറ്റ് ആക്ടിനെ തുടർന്നിട്ട് നമ്മുടെ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാൽ മാലിക്കിനെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ട് ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാൽ മാലിക്കിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്ത് ഒത്തുകൂടുകയുണ്ടായി. ആ ഒരു ദിവസമാണ് 1919 ഏപ്രിൽ 13 അന്നാണ് എന്ത് ചെയ്യുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ജനറൽ ഡയർ ഓർഡേർഡ് ദ ട്രൂപ്സ് ടു ഫയർ അറ്റ് ജാലിയൻ വാലാബാഗ് വിത്തൗട്ട് വാർണിംഗ് ടു ഡിസ്പേഴ്സ്. അല്ലെ, പിരിഞ്ഞു പോകാനുള്ള യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ തന്നെ എന്ത് ചെയ്തു? സൈന്യത്തോട് ഈ ജനങ്ങൾക്ക് നേരെ, ഈ ഒരു ആൾക്കൂട്ടത്തിന് നേരെ വെടി ഉതിർക്കാനായിട്ട് ഓർഡർ കൊടുത്തത് ജനറൽ ഡയർ ആണ്. അപ്പോൾ ആരാണ് ഓർഡർ കൊടുത്തത്? ജനറൽ ഡയർ ആണ് ജനങ്ങൾക്ക് നേരെ വെടിവെക്കാനായിട്ടുള്ള ഓർഡർ കൊടുത്തത്. അപ്പോൾ ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലപാതകത്തെ തുടർന്ന് നമ്മുടെ കുറച്ച് സ്ഥാനങ്ങൾ ഒഴിയുന്നുണ്ട്. അതാരൊക്കെയാണ്, എന്തൊക്കെ സ്ഥാനങ്ങളാണ് ഒഴിയുന്നത് എന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. C. Shankaran Nair resigned from the Executive Council of the Viceroy as a protest against Jallianwala Bagh massacre.
അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സി ശങ്കരൻ നായർ അല്ലെ, INC പ്രസിഡന്റായ ഏക മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ. അദ്ദേഹം എന്ത് ചെയ്തു? വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നുള്ള അംഗത്വം എന്ത് ചെയ്തു? രാജിവെക്കുന്നു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സി ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുന്നു. ഇനി രവീന്ദ്രനാഥ് ടാഗോർ ഹു റീലിംഗ്വിഷ്ഡ് നൈറ്റ്ഹുഡ് ആസ് എ പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ദിസ് മസാക്കർ. അപ്പൊ ഈ ഒരു കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ടാഗോർ എന്ത് ചെയ്തു? നൈറ്റ്ഹുഡ് പദവി എന്ത് ചെയ്തു? ഉപേക്ഷിക്കുന്നു. ടാഗോർ എന്ത് ചെയ്തു? നൈറ്റ്ഹുഡ് പദവിയാണ് ഉപേക്ഷിച്ചത്. Then Gandhiji renounced the Kaiser-i-Hind medal given to him for his work during the Boer War as a protest against Jallianwala Bagh massacre. ഇപ്പോൾ ബൂവർ യുദ്ധത്തിൽ ഗാന്ധിജി നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയ മെഡലായിരുന്നു കൈസർ-ഇ-ഹിന്ദ് മെഡൽ. അദ്ദേഹം എന്ത് ചെയ്തു? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് കൈസർ-ഇ-ഹിന്ദ് പദവി എന്ത് ചെയ്തു? ഗാന്ധിജി ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ ബൂവർ യുദ്ധത്തിൽ ഗാന്ധിജി നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കൈസർ-ഇ-ഹിന്ദ് പദവി നൽകിയത്. പക്ഷേ ജാലിയൻവാല ബാഗിനോടുള്ള പ്രതിഷേധമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ കൈസർ-ഇ-ഹിന്ദ് പദവി ഉപേക്ഷിക്കുന്നു. സർ മൈക്കൽ ഫ്രാൻസിസ് ഒ ഡയർ വാസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ദ പഞ്ചാബ് അറ്റ് ദിസ് ടൈം. ഈ സമയത്ത് പഞ്ചാബിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു? സർ മൈക്കൽ ഒ ഡയർ എന്നോ സർ മൈക്കൽ ഫ്രാൻസിസ് ഒ ഡയർ എന്നോ നമുക്ക് പറയാം. അദ്ദേഹമായിരുന്നു പഞ്ചാബിലെ എന്താണ് ലെഫ്റ്റനന്റ് ഗവർണർ. ഇപ്പോൾ മൈക്കൽ ഒ ഡയറും ജനറൽ ഡയറും രണ്ട് വ്യക്തികളാണെന്ന് ഓർത്തിരിക്കുക. രണ്ടുപേരും ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് പഞ്ചാബിലെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു? നമ്മുടെ സർ മൈക്കൽ ഫ്രാൻസിസ് ഒ ഡയർ ആയിരുന്നു. ദെൻ സർ മൈക്കൽ ഫ്രാൻസിസ് ഒ ഡയർ എൻഡോസ്ഡ് ജനറൽ റെജിനാൾഡ് ഡയേഴ്സ് ആക്ഷൻ റിഗാർഡിംഗ് ദ അമൃത്സർ മസാക്കർ ആൻഡ് ടേംഡ് ഇറ്റ് എ കറക്റ്റ് ആക്ഷൻ. ഇപ്പോൾ വെടിയുതിർക്കാനായിട്ട് പറഞ്ഞത് ജനറൽ ഡയറാണ്, അല്ലെങ്കിൽ ജനറൽ റെജിനാൾഡ് ഡയർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് അതിനെ കറക്റ്റ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർ മൈക്കൽ ഫ്രാൻസിസ് ഡയർ ആണ്. നമ്മുടെ വെടി ഉതിർക്കാനായിട്ട് പറഞ്ഞ ജനറൽ ഡയറിൻ്റെ ആ ഒരു പ്രവൃത്തിയെ കറക്റ്റ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് മൈക്കൽ ഫ്രാൻസിസ് ഒ ഡയർ ആണ്. ഇനി ഈ ഒരു സമയത്ത് ഈ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലപാതകം നടക്കുന്ന സമയത്ത് യുദ്ധം സിംഗ് എന്ന് പറയുന്നത് ഒരു കൊച്ചു ബാലനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലപാതകത്തിന് കാരണമായ ഡയറിനെ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം സിംഗ് അങ്ങ് അദ്ദേഹത്തിൻ്റെ സ്ഥലമായ ഇംഗ്ലണ്ടിൽ പോയി വധിക്കുന്നുണ്ട്. അപ്പോൾ ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലപാതകം നടക്കുന്ന സമയത്ത് യുദ്ധം സിംഗ് ഒരു ബാലനായിരുന്നു. ഇതിൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് അദ്ദേഹം വളർന്നപ്പോൾ യുദ്ധം സിംഗ് എന്ത് ചെയ്തു? ഡയറിനെ എന്ത് ചെയ്യുന്നുണ്ട്? വധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ തുടർന്ന് ഈ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലപാതകത്തിൻ്റെ അനന്തരഫലമായി തന്നെ ഉണ്ടായ ഈ ഒരു വധത്തെ തുടർന്ന് യുദ്ധം സിംഗിനെ തൂക്കിലേറ്റുന്നത് 1940 ജൂലൈ 31. അപ്പോൾ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലപാതകവുമായി യുദ്ധം സിംഗിന് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, അന്ന് ആ ഒരു കൂട്ടക്കൊലപാതകം നേരിട്ട് കണ്ട യുദ്ധം സിംഗ് എന്ത് ചെയ്തു? വർഷങ്ങൾക്കിപ്പുറം അങ്ങ് ഇംഗ്ലണ്ടിൽ പോയിട്ട് അതിന് കാരണക്കാരായവരെ എന്ത് ചെയ്തു? വധിക്കുന്നു. അപ്പോൾ ഇതേ തുടർന്ന് യുദ്ധം സിംഗ് തൂക്കിലേറ്റുന്നത് 1940 ജൂലൈ 31. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജാലിയൻവാല ബാഗുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്നാണ്? 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചായിരുന്നു നടന്നത്. എന്തായിരുന്നു കാരണം? റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. ഡോക്ടർ പെട്ടെന്നുണ്ടാകാനുള്ള കാരണം ചോദിച്ചാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയും സത്യപാൽ മാലിക്കിനെയും ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തടിച്ചുകൂടുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരൊറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള ഒരു മുന്നറിയിപ്പും നൽകാതെ തന്നെ ജനറൽ ഡയർ എന്ത് ചെയ്തു? വെടിയുതിർക്കാനുള്ള ആജ്ഞ സൈനികർക്ക് കൊടുക്കുന്നു. അങ്ങനെ വെടിയുതിർത്തു. ഒട്ടനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിന്റെ പ്രതിഷേധം എന്ന വണ്ണം സി ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നുള്ള അംഗത്വം രാജിവെക്കുകയും രവീന്ദ്രനാഥ് ടാഗോർ നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിക്കുകയും ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് പദവി ഉപേക്ഷിക്കുകയും ചെയ്തു. ആ സമയത്ത് പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു സർ മൈക്കൽ ഫ്രാൻസിസ് ഒ ഡയർ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ജനറൽ ഡയറിന്റെ ഈ ഒരു പ്രവർത്തനത്തെ കറക്റ്റ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് മൈക്കൽ ഫ്രാൻസിസ് ഡയർ ആണ്. യുദ്ധം സിംഗ് തൂക്കിലേറ്റപ്പെടുന്നത് 1940 ജൂലൈ 31. റൗലറ്റ് ആക്ട് എന്താണ്? 1919 വന്നത്.
വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിൽ പാർപ്പിക്കാമെന്നുള്ള നിയമമാണ് റൗലറ്റ് ആക്ട്. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചു. ഗാന്ധിജി കരിനിയമം ബ്ലാക്ക് ആക്ട് എന്ന് വിശേഷിപ്പിച്ചു. ഇതിന്റെ ഒഫീഷ്യൽ നെയിം അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 എന്നായിരുന്നു. ആ സമയത്ത് അവിടെ ലോർഡ് ചെംസ്ഫോർഡിന്റെ സമയമായിരുന്നു ഈ ഒരു റൗലറ്റ് ആക്ട് വരുന്നത്. അതുപോലെ ദ പ്രസിഡന്റ് ഓഫ് ദ റൗലറ്റ് ആക്ട് കമ്മിറ്റി വാസ് സർ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആയിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജാലിയൻ വാലാബാഗ് മസാക്കറുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് ആണ്. HSAക്ക് എന്നല്ല, ഏത് എക്സാമിനായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഭാഗത്തു നിന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇവൻ്റാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഒരു കഥ പോലെ ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുവരാനായിട്ട് നോക്കുക. HSAക്ക് വേണ്ടിയിട്ടുള്ള മറ്റു പല ക്ലാസ്സുകളുമുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓരോ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടുവരിക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.